ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് തിരിച്ച് വീട്ടിലെത്തി. അതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. മകനെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്കും ഭയങ്കര സന്തോഷം. അവരെന്നിട്ടിങ്ങനെ അവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഈ സമയത്ത് ആദർശ് ഞാൻ മുത്തശ്ശിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. അപ്പം നയനയോട് ദേവയാനി പറഞ്ഞു, മോള് ഇതെടുക്കണ്ട, ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ ബാഗ് ദേവയാനി എടുത്തെന്നിട്ട് ഇവർ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണതെന്നൊക്കെ പറഞ്ഞ് ഏതായാലും വേഗം വാ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് വന്ന് ഇനിയിപ്പോൾ കാണണ്ട എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശ് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശൻ റൂമിലിങ്ങനെ ഉറങ്ങാതിരിക്കുക. ആദർശ് വരുമെന്ന് പറഞ്ഞത് മുത്തശ്ശന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ മുത്തശ്ശൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ആദർശ് പതുക്കെ ചെന്ന് വാതിൽ ലോക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ഡോറ് തുറന്നു. മുത്തശ്ശാന്നും പറഞ്ഞു വിളിച്ച് ആദർശ് അകത്തേക്ക് ചെല്ലുമ്പം നീ എപ്പോഴാണ് മോനെ എത്തിയേ എന്ന് ചോദിച്ചു. ഞാൻ വന്നതേ ഉള്ളൂ മുത്തശ്ശാന്ന് പറഞ്ഞു. വന്നതേ മുത്തശ്ശനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ പോരുന്ന വഴിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശ, ഒന്നും സംഭവിച്ചില്ല. മുത്തശ്ശൻ എല്ലാ സെക്യൂരിറ്റികളും റെഡിയാക്കിയല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ പിന്നെ എന്ത് കുഴപ്പം വരാനാണെന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുക. പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോഴും ഒരു പരിധി വരെ ശരിയാക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും നീ വന്നപ്പം ദേവയാനിയും നയനയും കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ. നീ വന്ന കാര്യം തൽക്കാലം ഇപ്പോൾ പെട്ടെന്ന് ആരും അറിയണ്ടെന്നുള്ളതാണ്. എന്നോട് പറഞ്ഞായിരുന്നു മുത്തശ്ശാന്ന് പറഞ്ഞു. പിന്നെ നീ പോയതിന് ശേഷം, നീ ജയിലിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടെ ചിലരൊക്കെ ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നുണ്ട്. ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ചിട്ട് പുറമെ ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഒരുപാട് അഭിനയിച്ചൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെനിക്കറിയാം മുത്തശ്ശ. അവന് കിട്ടിയ അതേ ശിക്ഷ തന്നെ എനിക്ക് കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹമാണ് അവൻ്റെ മനസ്സിലും അതുപോലെ തന്നെ നവ്യയുടെ മനസ്സിലും. അതെനിക്ക് നന്നായി അറിയാമെന്ന് പറയും. അപ്പോൾ ഈ AM ജ്വല്ലറി എങ്ങനെയാണ് ഇത്രയും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല എന്ന് ആദർശ് പറയുകയാണ്. അല്ല, ഈ AM ജ്വല്ലറിയുടെ MD ആരാ എന്ന് മുത്തശ്ശൻ ചോദിക്കുമോ അതിനെപ്പറ്റിയും എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും അവർക്ക് അവിടെ നല്ല ഹോൾഡാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നമ്മുടെ ജ്വല്ലറിയേക്കാൾ ഒരുപാട് മുകളിലാണ് അവരുടെ ജ്വല്ലറി എന്നും എനിക്കറിയാമെന്ന് ആദർശ് പറയുമ്പോൾ അതിലിപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ മോനെ. തോൽവിയും ജയവും ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. എന്നും എല്ലാ കാലത്തും ഒന്നാമത് തന്നെ നിൽക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ചതിയിലൂടെ എന്തെങ്കിലും കൈക്കലാക്കുന്നതൊന്നും ഒരിക്കലും നിലനിന്ന് പോകുന്നതല്ല എന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു. എന്തായാലും ഈ AM ജ്വല്ലറി, ആ ജ്വല്ലറിയിൽ തന്നെയാണല്ലോ ഈ പറയുന്ന നവ്യ എന്ന് പറയുന്നവൾ പോയിരിക്കുന്നതും എന്നും ആദർശ് പറയുമ്പം അതിന് നമുക്ക് അവളെ ഒന്നും പറയാൻ പറ്റത്തില്ല. സത്യം അറിയാതെയാണ് അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതെന്നും അതിനൊക്കെ അഭിയാണ് വളം വെച്ച് കൊടുക്കുന്നതെന്നും മുത്തച്ഛൻ പറഞ്ഞു. ഇനി ഒരു പക്ഷേ ഈ AM ജ്വല്ലറി ആയിട്ട് അഭിക്ക് വലിയ കണക്ഷൻ ഉണ്ടോ മുത്തച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ഈ സംശയം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം മുത്തച്ഛൻ പറയാം. വരട്ടെ, ആ സംശയം നമുക്ക് എന്തായാലും തീർക്കണം. അവൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ അവനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചതായാലും മോൻ ക്ഷീണിച്ച് തളർന്ന് വന്നതല്ലേ, റൂമിലേക്ക് ചെല്ല്. പിന്നെ ഒരു കാര്യം മുത്തശ്ശന് പറയാനുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് നീ വലിയ ഭാരങ്ങളൊന്നും ഏറ്റെടുക്കണ്ട കേട്ടോ. നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നയനമോൾ അതുപോലെ വിഷമിച്ചതാണ്. ആ കുട്ടിയുടെ മനസ്സ് ശരിക്കും നീറിപ്പോകുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷങ്ങളെ നീ അവൾക്ക് കൊടുക്കാവുള്ളൂ. ഇനി അവളുടെ മനസ്സ് വേദനിക്കാൻ ഒരെണ്ണം നീ ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഞാനായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നില്ലല്ലോ മുത്തശ്ശ എന്ന് പറഞ്ഞു ആദർശ്. നീയായിട്ട് ഉണ്ടാക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നയനമോളല്ല മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയൊന്നും പിടിച്ചു നിൽക്കില്ലായിരുന്നു എന്ന് മുത്തശ്ശൻ പറയാം. ആ കുട്ടിയുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇതൊക്കെ നല്ലൊരു രീതിയിൽ നടന്നതെന്ന് നീ വിചാരിക്കണമെന്നും പറയൂ കേട്ടോ. അതാണ് സംഭവിച്ചതെന്നും. അങ്ങനെ മുത്തശ്ശൻ ആദർശന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വേഗം റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് പോവുക. ഈ സമയത്ത് മുത്തശ്ശനും സമാധാനമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ആദർശിനെ ചതിച്ച് ജയിലിലാക്കാൻ നോക്കിയത് അഭിയാണെന്നുള്ള ആ ഒരു നമ്മുടെ മുത്തശ്ശന് മനസ്സിലായിട്ടുണ്ട്. മുത്തശ്ശൻ ഇനി അവനെ വാച്ച് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഒപ്പിക്കുന്നുമുണ്ട്. ഇതൊന്നും ആ പൊട്ടൻ അഭി അറിയാതെ ഇങ്ങനെ അനന്തപുരി കൂടെ അഴിഞ്ഞാടിക്കൊണ്ട് നടക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനിയെയും നന്ദുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനി ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ചു. അപ്പോൾ നന്ദു ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുന്നു. എനിക്കാണെങ്കിൽ കിട്ടിയ അവസരമല്ല, അനി വിളിക്കുകയും ചെയ്യുക. ഹലോ നന്ദു എന്ന് പറഞ്ഞ് വിളിച്ചു. എടാ എന്താടാ ഈ നേരത്ത് വിളിച്ചതെന്ന് ചോദിച്ചു. ആദർശേട്ടൻ്റെ കാര്യം വല്ലതും? എടി ആദർശേട്ടൻ വന്നു എന്ന് പറഞ്ഞു. വന്നോ? എപ്പോൾ? കുറച്ച് നേരമായുള്ളൂ. എന്തായാലും ആദർശേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായിരുന്നു പറയുമ്പം ശരിയാണ് നീ പറഞ്ഞത്. മനസ്സിൻ്റെ ഭാരം പകുതി അങ്ങ് ഒഴിവായി പോയി
എന്നൊക്കെ നന്ദുവും പറഞ്ഞു കേട്ടോ. അപ്പം ചേച്ചിക്ക് സന്തോഷമായി കാണും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്കോ ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി എന്ന് അനി പറയുകയും ചെയ്തു. പിന്നെ ഇവിടെ ഇപ്പോൾ ഏട്ടൻ വന്ന കാര്യത്തെപ്പറ്റി അവിടുത്തെ ആ പൂതനകൾ അറിഞ്ഞോ എന്ന് നന്ദു ചോദിക്കുമ്പം ഇല്ല, ഏട്ടൻ ജയിലിൽ പെടാതെ പോകുന്നതോ അല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ എത്തിയതോ ഒന്നും അറിഞ്ഞിട്ടില്ല, നിൻ്റെ ചേച്ചി അടക്കം. അതുപോലെ അപ്പച്ചിക്കും അബിക്കും ഒന്നും അറിയില്ല. ഏട്ടൻ ജയിലിലാണെന്നുള്ള സന്തോഷത്തിൽ അവരിതിലിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണെന്ന് അനി പറയുമ്പോൾ അവരങ്ങനെ തന്നെ നടക്കട്ടെ, അവരുടെ മനസ്സിലിരിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് കുറേയൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയായിട്ട് നമുക്കിതിനെ കാണാടാ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നവീനെ നന്ദു വിളിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങളും നന്ദു ഇങ്ങനെ പറയാം. നീ എന്തിനാ നവീനെ ഈ നേരത്തൊക്കെ വിളിക്കാൻ പോയെന്ന് ചോദിക്കുമ്പം അതിനിപ്പോൾ എന്താടാ വിളിച്ചെന്ന് ഓർത്ത്, നവീനേട്ടൻ ആരാണെന്ന് നിനക്കറിയില്ലേ, പിന്നെന്താ വിളിച്ചാൽ ഞാൻ നവീനേട്ടനോട് ചോദിക്കായിരുന്നു. ഇപ്പോൾ നവീനേട്ടൻ പഴയതുപോലെ ഒന്നും എന്നെ വിളിക്കുന്നില്ലേ, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ വിളിക്കുന്നത് ഇനി നന്ദുവിന് ഡിസ്റ്റർബ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാത്തതെന്ന്. അവനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അനിയുടെ ഉള്ള സമാധാനം പോയി. ആദർശ് വന്നതിൻ്റെ സന്തോഷം മനസ്സിലുണ്ടായിരുന്നു, ആ സന്തോഷം എന്തായാലും പോയി കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഓർത്തോർത്ത് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ നീ ചുമ്മാ നേരമില്ല ഇങ്ങനെയുള്ള സമയത്തൊന്നും നവീനെ വിളിക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവരുടെ അമ്മയ്ക്ക് നിന്നോടൊന്നും വലിയ പിടുത്തമുള്ളതല്ല, പോലീസുകാരെ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനതിന് നവീനേട്ടനെ പ്രേമിക്കുന്നൊന്നുമില്ലല്ലോടാ, നവീനേട്ടനെ നല്ലൊരു ഫ്രണ്ടല്ല, അപ്പോൾ പിന്നെ ഒന്ന് വിളിച്ചെന്നോർത്ത് ഇപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ എന്നിട്ട് നന്ദു ചോദിക്കുക. എന്നിട്ട് ഇവർ സംസാരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ അനി ഇങ്ങനെ പറയുകയും ചെയ്തു. എന്തോ ഒരു കുശുമ്പ് ചെറുക്കൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് നന്ദു പറയുമ്പം എന്ത് കുശുമ്പ്, എനിക്കങ്ങ് ഒരു കുശുമ്പൊന്നുമില്ല എന്നും പറഞ്ഞ അനി മനസ്സിലാവുന്നുണ്ടെന്നും പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ പറയാം. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. വിശേഷമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദർശ റൂമിലേക്ക് വേഗം കയറി ചെന്നപ്പോൾ നയന ഇവിടെ ആദർശിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആദർശ് കയറി ചെന്നപ്പോഴത്തേക്ക് നയന വേഗം വന്ന് ആദർശിനെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ആദർശിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷം. തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് ആദർശ് നയനയോട് പറയുമ്പം ആദർശേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന ഓരോ നിമിഷവും, ആദർശേട്ടൻ വിളിക്കാതിരുന്ന ഓരോ സെക്കൻഡും എത്ര വിഷമം പിടിച്ചതായിരുന്നെന്നറിയോ. ആദർശേട്ടൻ തിരക്ക് കാരണം വിളിക്കാതിരിക്കുന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആരാണെന്നറിയില്ല, ആരോ വിളിച്ചിട്ട് ആദർശേട്ടൻ ജയിലിലാണെന്നും ഇനി ആദർശേട്ടൻ വരില്ലെന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഇതൊരു മരണ വീടായിരുന്നു ആദർശേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇനി ജീവിക്കുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ നയന ഇങ്ങനെ പറയാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആദർശ് അന്നേരം നയനയോട് ചോദിച്ചു. പിന്നെ എൻ്റെ ആദർശേട്ടനില്ലാതെ എനിക്ക് ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നീ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആദർശേട്ടാ ഞാൻ പിടിച്ചു നിന്നതെന്നും നയനെ ആദർശിനോട് പറയാം കേട്ടോ. അപ്പോൾ ഇതൊരു സാധാരണ ചതിയാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അതെ, അത് നീ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതിലെന്തൊക്കെയോ ഒരു കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. മനഃപൂർവ്വം എന്നെ ജയിലിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിലാരൊക്കെയോ കളിച്ചിട്ടുമുണ്ട്. അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആദർശ് പറയുമ്പം അതിലെനിക്ക് തോന്നുന്നത് ഈ അബിയുടെയും കൈ ഉണ്ടെന്നുള്ളതാണ്. അബിക്കാണെന്നുണ്ടെങ്കിൽ ഈ AM ജ്വല്ലറിയൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അഭിമുഖയാനെ അല്ലാതെ AM ജ്വല്ലറിയിലേക്ക് നവ്യേച്ചിക്കൊരു വിളി വരില്ല. കാരണം നവ്യേച്ചി അനന്തപുരിയിലെ മരുമകളാണ് എന്നും അതുപോലെ അതിന് പിന്താങ്ങാൻ ഒരാളുണ്ടെന്നും അറിയാതെ ഒരിക്കലും അവർ നവ്യേച്ചി ഈ ഒരു ഫീൽഡിലേക്ക്, അതും ഇത്രയും ഒരു ഇതിലേക്ക് കൊണ്ടുവരില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യമാണെന്നും ഇതിനകത്ത് അബിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നും ആദർശ് പറയുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇല്ലാതിരുന്ന ഈ കുറച്ച് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം പറയണോ എൻ്റെ ആദർശേട്ടാ, നവ്യേച്ചിയുടെയൊക്കെ സന്തോഷം എന്തായിരുന്നെന്നറിയോ. നവ്യേച്ചി സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി എന്ന് പറയുമ്പം അതിലവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ തെറ്റുകാരനാണ് എന്നുള്ളൊരു ധാരണയിലാണല്ലോ അവൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു സന്തോഷമാണ് അവൾക്ക്. പക്ഷേ അപ്പച്ചിയും അതുപോലെ അബിയും ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞില്ലെങ്കിൽ പോലും ഏകദേശമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും അപ്പച്ചിയോട് അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അനഘയെ ചതിച്ചത് അബിയാണെന്നൊക്കെയുള്ള കാര്യം. പിന്നെ അനഘ ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ. അബി കുത്തിരി പിടിച്ചത് കുറച്ചൊക്കെ നന്നായെന്നാണ് ഡോക്ടർ പറയുന്നത്. നല്ല മാറ്റമുണ്ട്, കൈകളൊക്കെ അനങ്ങാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും അത് അവനറിയാൻ പാടില്ല എന്ന് ആദർശം നേരം പറയാം. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ആ പെണ്ണിനെ കൊല്ലാൻ നോക്കുമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അബി ഭയങ്കര സന്തോഷത്തിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ അവൻ ഭയങ്കര അഭിനയമാണ്. അമ്മയും മോനെയും അമ്മ ഇവിടെയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ആദർശനോട് നയന പറയാം കേട്ടോ. അപ്പച്ചിയെ കൊണ്ട് അമ്മ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഭിയെ കൊണ്ടും. നവ്യേച്ചി ഇവരോട് ചോദിക്കുമ്പോൾ
കിടന്ന് ഉരുണ്ട് കളിക്കുകയാണെന്നൊക്കെയുള്ള കാര്യവും നയന ഇങ്ങനെ ആദർശിനോട് പറയും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ആദർശേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം ശരി, ഇനിയിപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ആ ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനും നേരിട്ടൊന്ന് കാണട്ടെ, എനിക്കും അറിയാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ആദർശേട്ടനോട് പോയി ഫ്രഷായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നയന. അപ്പോഴത്തേക്ക് അമ്മ ചായ ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പോൾ ആദർശ് ഫ്രഷ് ആവാനായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് നയന അവിടെ അങ്ങനെ ഇരിക്കുക. എന്തായാലും ആദർശ് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ കുടുംബത്തിലുള്ള ആരും. ഈ സമയത്ത് നേരം വെളുത്തപ്പോഴത്തേക്കും വാതിലിൻ്റെ മുന്നിലൊരു കൊട്ടിൻ്റെ ശബ്ദം. നമ്മുടെ ആദർശ് നയനെ ഉറങ്ങുന്നു. ആദർശ് വേഗം തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഈ സമയത്ത് നയന വന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ ജലജയാണ് കാപ്പിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടിങ്ങനെ അകത്തേക്ക് എത്തി കഴിഞ്ഞൊക്കെ നോക്കുക കേട്ടോ. എന്താ മോളെ തുറക്കാൻ ഇത്ര താമസമെന്ന് ചോദിക്കുമ്പം, ഇനിയിപ്പം നിങ്ങൾ വന്ന് വാതിൽ കൊട്ടുന്ന ഉടനെ തന്നെ ഞാൻ തുറക്കണമെന്ന് നയന ചോദിച്ചു. അല്ല അതല്ല, സാധാരണ നീ എന്താ നല്ല ഉറക്കമായിരുന്നു എന്ന് ചോദിച്ചു. എനിക്കെന്താ ഉറങ്ങിയാൽ കൊള്ളില്ലേന്ന് ചോദിച്ചു. അല്ല ആദർശ് പോയതിന് ശേഷമേ നീ അങ്ങനെ ഉറങ്ങിയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പച്ചിക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയണ്ടേ? എനിക്ക് എന്തായാലും നല്ല ഉറക്കം വന്നു, ഞാൻ ഉറങ്ങി. അപ്പച്ചി കാപ്പി കൊണ്ട് വന്നതാണ്, തന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഇത് വിശ്വസിച്ച് കുടിക്കാലോ അല്ലെന്ന് ചോദിക്കുമ്പം നീ എന്നാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചു. ഭയങ്കര ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ല തന്നെ ആദർശ് ജയിലിലായതിൻ്റെ സങ്കടത്തിലിരിക്കുന്ന നിന്നോട് ഞാൻ എന്നാ പറയാനാന്നും പറഞ്ഞ് കാപ്പിയും കൊടുത്തിട്ട് അങ്ങ് പോയിട്ട് അപ്പുറം ചെന്ന് നിനക്ക് ഇരിപ്പുണ്ടടി, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കലങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രാക്ക് നിറച്ച് കാഴ്ചയൊക്കെ നടത്തിച്ച് അങ്ങ് പോവുക. നയനെ എന്നിട്ട് ഈ കാപ്പിയും കൊണ്ട് അകത്തേക്ക് വന്ന് ഡോർ അടച്ചു. അപ്പോഴത്തേക്കും ആദർശ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ആരാ വന്നോന്ന് ചോദിച്ചു. അപ്പച്ചിയാണ് വന്നത് കാപ്പി കൊണ്ടേ. ഞാൻ ഉറങ്ങിയതിൻ്റെ കാരണവും വാതിൽ തുറക്കാൻ താമസിച്ചതിൻ്റെ കാരണമൊക്കെ അപ്പച്ചിക്ക് അറിയണം, അത് ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരതല്ല അതിനപ്പുറം അവർ ചോദിക്കും, അവർക്ക് സംശയമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഇവർ കാപ്പി കുടിക്കാൻ പറഞ്ഞു ആദർശേട്ടനോട്. നയന ഇത് വിശ്വസിച്ച് കുടിക്കാലോ അല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരങ്ങനത്തെ കടുങ്കയൊന്നും ചെയ്യില്ല ആദർശേട്ടാ, അതുകൊണ്ട് അവരെ വിശ്വസിക്കാമെന്നും പറഞ്ഞിങ്ങനെ പറയാം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി മകൾക്കുള്ള ഭക്ഷണമായിട്ട് റൂമിലേക്ക് വരുന്നത് പോലെ വരുന്നു. മകൾക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കാനാണെന്നുള്ള രീതിയിൽ അതിനുശേഷം ആദർശനുള്ള ഫുഡും കൂടെ കൊണ്ടുവരുന്നു. അങ്ങനെ ഇപ്പം നയനയും അതുപോലെ ആദർശം ഫുൾ ടൈം റൂമിൽ തന്നെയാണ്. ആദർശ് റൂമിലുള്ളതുകൊണ്ട് നയന അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ഈ സമയത്ത് ജലജ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജലജ എന്നിട്ട് നവ്യയോട് പറഞ്ഞു കൊടുക്കുക, അവളിപ്പോൾ ഏത് നേരം മുറിക്കകത്ത് തന്നെയാണല്ലോ, അവൾ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ, അതെന്നെ അങ്ങനെ എന്നൊക്കെ. അപ്പോഴേക്കും അവൾ ആദർശ് ജയിലിലായതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആദർശ് ജയിലിലായതിൻ്റെ സങ്കടമാണെങ്കിലും ഇത്രയും ദിവസവും ആദർശ് ജയിലിൽ തന്നെ ആയിരുന്നല്ലോ, അന്നൊന്നും അവൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പിന്നെന്താ അവൾ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ മുറി കയറി കഥകടച്ചിരിക്കാൻ കാരണമെന്നൊക്കെ ചോദിച്ച് ഭയങ്കര എന്നിട്ട് ഞാനൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞ് ജലജ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നയനയുടെ റൂമിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ആദർശവും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ ചെന്ന് വാതിൽ കൊട്ടിയപ്പോഴത്തേക്ക് ആദർശ് വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. എന്നിട്ട് നയന ചെന്ന് വാതിൽ തുറന്നപ്പോൾ നവ്യേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി എന്താ ഇങ്ങോട്ടൊന്ന് പതിവില്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പം അല്ല നീ ഏത് നേരം ഇപ്പോൾ കഥ കടിച്ച് മുറിക്കാത്തത് തന്നെയാണല്ലോ, അതുകൊണ്ട് ചുമ്മാ വന്നതാ കാണാലോ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് മുറിയിലേക്ക് അങ്ങ് ഇടിച്ച് കയറി വന്നിട്ട് അല്ലാത്ത പോലെ അതിലേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. ചേച്ചി എന്താ ഈ നോക്കണേന്ന് ചോദിച്ചു. അല്ല ഇതിനകത്ത് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ വേറെ ആര് വരാൻ, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഭർത്താവ് ജയിലിൽ കിടക്കുന്നതിൻ്റെ സങ്കടം ഉള്ളതുകൊണ്ടാണ് നീ മുറിയിലിരിക്കുന്നതെന്നാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞത്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല, നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്പി ഇങ്ങനെ നയനയോട് പറയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു സംസാരവും കാര്യങ്ങളും. പിന്നെ ഇവിടുന്ന് തൊട്ട് നമ്മുടെ മുത്തശ്ശനടക്കം ആ വീട്ടിൽ ആദർശിനൊരു കുഴപ്പമില്ല, ആദർശ് ഇവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന എല്ലാവരും അഭിക്കും നവ്യയ്ക്കും ജലജയ്ക്കുമെതിരെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. മൂന്നെണ്ണങ്ങളും വിഡ്ഢികളെ പോലെ അനന്തപുരി കൂടി ഇങ്ങനെ നടക്കും ആദർശിൻ്റെ കൺമുന്നിലൂടെ. എന്നിട്ടും പാമ്പ് വന്ന് ജലജയുടെ സാരിക്കുള്ളിൽ കയറിയതാരും കാണാത്തതുപോലെ തന്നെ ആദർശ് അവിടെ ഉള്ളത് ആരും കാണുന്നില്ല. പക്ഷെ എന്നാൽ ആദർശ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരാനിരിക്കുന്നത്. ഇനി ഇതിലും കൂടുതൽ വിശേഷങ്ങളുണ്ട് കേട്ടോ. മോഷണം, അത് പിടിക്കൽ, അത് ആരെ എടുത്തേന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഈ നയനയുടെ തലയിൽ വയ്ക്കുന്നു, അത് ആരെ എടുത്തേന്ന് പറയാൻ ആദർശ് രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇടിവെട്ട് എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ. ബൈ. ടാറ്റാ.